പഠിക്കുമ്പോൾ ഒരുപാട് കുട്ടികളുടെ ഉറക്കം കെടുത്തിയ ഒരു ടോപ്പിക്കാണ് BRS, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. അത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ട്രിക്ക് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, എന്താ സംഭവിക്കുന്നത്? നമ്മൾ BRS എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആരാണ് തയ്യാറാക്കുന്നത്? BRS പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമർ അല്ലെങ്കിൽ ബിസിനസ്. കാരണം ബാങ്കിന്റെ കസ്റ്റമർ ആണ് ആര്? നമ്മൾ. അതായത് നമ്മൾ ആരാണ്? ബിസിനസ്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പറയണം, നമ്മളാണ് BRS പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നത് BRS? ശ്രദ്ധിച്ച് കേട്ടോണേ. നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ കസ്റ്റമറിന് നമുക്ക് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകും. ഇതാ SBI എന്ന് വിചാരിക്കുക. അപ്പൊ SBI ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാകും. അതിൽ എത്രയെങ്കിലും രൂപ ബാലൻസും ഉണ്ടാകും. 1000 രൂപ ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും ബാലൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ഥലം നമ്മുടെ ബിസിനസ്സിലുണ്ട്. ഏതാ? ക്യാഷ് ബുക്ക്. എടാ, നമ്മൾ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യും? ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യും, ക്യാഷ് ബുക്ക്. നിങ്ങൾ 4th ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അതിൽ എന്ത് കോളം ഉണ്ട്? ബാങ്ക് കോളം ഉണ്ട്. അപ്പൊ ആ ബാങ്കിന്റെ ബാലൻസും ബാങ്കിൽ എത്ര രൂപ ഉണ്ട് എന്നും ഒക്കെ എവിടെ ഉണ്ട്? ക്യാഷ് ബുക്കിൽ ഉണ്ടടാ. ബാലൻസ് കണ്ടുപിടിക്കുന്നവരുണ്ട് അതിൽ. അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്നും മറ്റു ഡീറ്റെയിൽസ് എല്ലാം എവിടെ ഉണ്ടാവും? ക്യാഷ് ബുക്കിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ നമ്മുടെ ബുക്കിലെ കണക്ക് പ്രകാരം 1000 രൂപ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, ശരി ശരി ശരി. ഇനി ബാങ്ക് ഇത് റെക്കോർഡ് ചെയ്യില്ലേ? നമ്മളുമായിട്ടുള്ള ഇടപാടുകൾ, അതായത് ബിസിനസ് ബാങ്കിന്റെ കസ്റ്റമറാണ് നമ്മൾ. അപ്പൊ നമ്മുടെ പൈസ ബാങ്കിന്റെ കയ്യിലാണ് കിടക്കുന്നത്. അപ്പൊ ബാങ്കിന്റെ കണക്കുണ്ടാവൂലേ? ഇവന്റെ പൈസ എത്ര എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. യെസ്, അതെവിടെയാ ബാങ്ക് റെക്കോർഡ് ചെയ്യാന്നറിയോ? ബാങ്ക് റെക്കോർഡ് ചെയ്യുന്നത് പാസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ്. എവിടെയാ സാറേ? പാസ്ബുക്ക്. അപ്പൊ പാസ്ബുക്കിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ പേര് രാജു എന്നാണെങ്കിൽ പാസ്ബുക്കിൽ അവർ എഴുതും, രാജുവിന് എത്ര പൈസ ഇവിടെ അക്കൗണ്ടിലുണ്ട്? 1000. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങളുടെ കണക്ക് പ്രകാരം നിങ്ങളുടെ ബാങ്കിൽ 250 രൂപ ഉണ്ടെങ്കിൽ ബാങ്കിലെ പാസ്ബുക്കിൽ പോയാലും എത്ര ഉണ്ടാവുള്ളൂ? 250 രൂപ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും വേണ്ടത്. ഒരുപോലെ വേണം. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ചില കാരണങ്ങൾ കാരണം ഇതിൽ ഡിഫറൻസ് ഉണ്ടാവാനിടയുണ്ട്. അതായത് ചില കാരണങ്ങൾ കാരണം നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിൽ നമ്മൾ അതങ്ങ് റെക്കോർഡ് ചെയ്യും. അപ്പൊ നമ്മുടെ കണക്ക് പ്രകാരം ബാങ്കിലെ ബാലൻസ് കുറയുകയോ കൂടുകയോ ചെയ്യും. ഓക്കെ, പക്ഷെ അത് ആക്ച്വലി ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? പാസ്ബുക്കിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ. ഓക്കെ, കുറെ കോഴ്സ് ഉണ്ട് നമ്മൾ പഠിക്കും. അപ്പൊ അത് കാരണം പാസ്ബുക്കിൽ അത് എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണക്ക് പ്രകാരം നമ്മുടെ അക്കൗണ്ടിൽ ഒരു ബാലൻസ്, പാസ്ബുക്ക് പ്രകാരം വേറൊരു ബാലൻസ്, അങ്ങനെ ആകാൻ പറ്റും. അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ഡേറ്റുകളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് പ്രകാരം നമ്മുടെ ബാങ്കിൽ 1000 രൂപയുണ്ട്, പാസ്ബുക്ക് പ്രകാരം 900 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 1500 രൂപയുണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് വരാൻ ഇടയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡിഫറൻസ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കുന്നതിനെയാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം ഒരു ജസ്റ്റ് ഇൻട്രോ തന്നേ ഉള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് നമ്മൾ ആദ്യം എഴുതും, എന്നിട്ട് എന്തൊക്കെയോ ആഡ് ചെയ്യും, എന്തൊക്കെയോ ലെസ് ചെയ്യും, എന്നിട്ട് എവിടെ എത്തും? നമ്മൾ നമ്മുടെ പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസിലെത്തും. അപ്പൊ നമുക്കിതാ ഈ കാരണങ്ങളാലാണ് ഈ ഡിഫറൻസ് വന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ബാങ്ക് റിക്കൺസിലിയേഷന്റെ ഫോർമാറ്റ് എല്ലാവരും പഠിച്ചു വെച്ചോ. പർട്ടിക്കുലേഴ്സ് കോളം ഉണ്ട്, ഒരു പ്ലസ് എമൗണ്ട് കോളം ഉണ്ട്, ഒരു മൈനസ് എമൗണ്ട് കോളം ഉണ്ട്. ഓക്കെ, വേറൊരു ഫോർമാറ്റ് പഠിക്കാനുണ്ട് കേട്ടോ, പക്ഷെ അത് നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. ആ ഫോർമാറ്റ് അല്ല നമ്മൾ പഠിക്കുന്നത്, ഈ ഫോർമാറ്റ് ആണ് എളുപ്പം. ഓക്കെ, ഇനി ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലാണ് നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ അവസാനിക്കുന്നത് എവിടെയായിരിക്കും? ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ. ഇനി നേരെ റിവേഴ്സും ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തലതിരിച്ചിടാം. അതായത് ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ ആരംഭിക്കാം വേണമെങ്കിൽ, ഒരു കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയാണ് ആരംഭിക്കുന്നതെങ്കിൽ അവസാനിക്കുന്നത് എന്തിലായിരിക്കും? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലായിരിക്കും. അപ്പൊ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ തുടങ്ങിയാൽ അവസാനിക്കുന്നത് പാസ്ബുക്കിൽ, എന്നാൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ അവസാനിക്കുന്നത് ക്യാഷ് ബുക്കിലും ആയിരിക്കും. ഓക്കെ സാർ, അപ്പൊ ഞങ്ങളിപ്പോ പരീക്ഷയ്ക്ക് ഏതിൽ ആരംഭിക്കണം? അതെങ്ങനെ മനസ്സിലാകും? എടാ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ കാണും. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത്, ബാലൻസ് ആസ് പെർ എന്താ തന്നിരിക്കുന്നത്? ക്യാഷ് ബുക്ക് അല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് അതിലങ്ങ് തുടങ്ങുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ അതിൽ തുടങ്ങുക. ഈ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ അതിൽ തുടങ്ങുക. പരിപാടി കഴിഞ്ഞു, എളുപ്പം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാവുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ എങ്ങനെ ചെയ്യണം. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഈ പോസിറ്റീവിന്റെ അണ്ടറിൽ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ഈ നെഗറ്റീവിന്റെ അണ്ടറിൽ എഴുതേണ്ടി വരും. എന്താ സാറേ
എന്താ സാറേ? എടാ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഒരു സാധനത ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് തന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദാ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് അതിൽ ഇതാ ഇങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തില് നമ്മൾ ഇതാ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് അങ്ങ് എഴുതുന്നു. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. എന്നിട്ട് അതിന്റെ എമൗണ്ട് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കോളത്തിൽ എഴുതും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ കോളത്തിൽ എഴുതും. സാറേ അതെങ്ങനെ മനസ്സിലാകും? പ്ലസിന്റെ അടിയിൽ എഴുതണോ മൈനസിന്റെ അടിയിൽ എഴുതണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? എടാ ശ്രദ്ധിച്ച് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്താ സാറേ? ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ, അതായത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, വെറും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അതായത് ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ വെറും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ എമൗണ്ട് പോസിറ്റീവിന്റെ അണ്ടറിൽ വേണം എഴുതാൻ. ഓക്കെ, അത് പോസിറ്റീവ് ബാലൻസ് ആണ്. ഓക്കെ, ഇനി നേരെ തിരിച്ച് ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അതായത് ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഓവർ ഡ്രാഫ്റ്റ് ആണ് തന്നിരുന്നതെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഈ രണ്ട് രീതിയിലാണ് ക്യാഷ് ബുക്ക് തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സാർ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ബാലൻസ് നമ്മളിപ്പോ എഴുതിയതിന്റെ ബാലൻസ് നെഗറ്റീവിന്റെ അണ്ടറിൽ വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇവിടെ എന്താണിത്? ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലേ? അപ്പൊ ഡെബിറ്റ് ബാലൻസോ അല്ലെങ്കിൽ വെറും ബാലൻസോ ആണെങ്കിൽ അതിന്റെ എമൗണ്ട് എവിടെ എഴുതേണ്ടത്? അതിന്റെ എമൗണ്ട് പോസിറ്റീവിന് അണ്ടറല്ല സാറേ. അപ്പൊ ക്വസ്റ്റ്യനിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്കോ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ അല്ലേ? സോറി, നെഗറ്റീവിന് അണ്ടറിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അതെ സാറേ, അതെ. അപ്പൊ ക്യാഷ് ബുക്കിന്റെ കേസിൽ, ക്യാഷ് ബുക്കിൽ തുടങ്ങുന്ന കേസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കണം. വെറും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണെങ്കിൽ സുഖം, നേരെ ഇതാ പോസിറ്റീവിന്റെ അടിയിൽ എഴുതിയാൽ മതി. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിലും അത് തന്നെ, നേരെ ഇതാ പോസിറ്റീവിന്റെ അടിയിൽ എഴുതിയാൽ മതി. എന്നാൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എവിടെ എഴുതണം? നെഗറ്റീവിന്റെ അടിയിൽ എഴുതണം. ഇതാണ് ഓവർ ഡ്രാഫ്റ്റിന്റെ ട്രീറ്റ്മെന്റ്. നിങ്ങൾ കുറെ പേര് പറഞ്ഞു സാറേ ഓവർ ഡ്രാഫ്റ്റ് പഠിപ്പിക്കുന്നില്ല എന്നല്ലേ? അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിന്റെ കേസിൽ ഈ ഫോർമാറ്റ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ വേറെ ഒരു ഡിഫിക്കൽറ്റും ഇല്ല. ഈ ആദ്യം എഴുതുന്ന കളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ബുക്കിലാണോ തുടങ്ങുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത്, അതൊക്കെ സെയിം ആയിരിക്കും. ആകെ തുടക്കത്തിൽ എന്ത് ചെയ്യും? ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവിന്റെ അണ്ടറിൽ എഴുതണം, സാധാരണയാണെങ്കിൽ പോസിറ്റീവിന്റെ അണ്ടറിൽ എഴുതണം. ഇത്രയേ ഉള്ളൂടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി എഴുതാം, ബാക്കി പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതാൻ പഠിച്ചു. ഡെബിറ്റും ക്രെഡിറ്റ് ഒക്കെ എല്ലാം പോസിറ്റീവിലാണോ മൈനസിലാണോ എന്ന് പഠിച്ചു. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എവിടെയാ നോക്കൂ? ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ പോസിറ്റീവിന്റെ അണ്ടറിൽ 12,800 എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി ഇതാ ക്വസ്റ്റ്യൻ നോക്കൂ, എന്തൊക്കെയോ സാധനങ്ങൾ തന്നിരിക്കുന്നു. ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്നെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരും, അതായത് പോസിറ്റീവിന്റെ അണ്ടറിലായിരിക്കും എഴുതേണ്ടി വരിക, അല്ലെങ്കിൽ നെഗറ്റീവിന്റെ അണ്ടറിലായിരിക്കും എഴുതേണ്ടി വരിക. ഏത്? ഈ പറയുന്ന ഓരോരോ ഐറ്റംസും. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ എവിടെ എത്തിച്ചേരും? ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ എത്തിച്ചേരും. കാരണം സ്റ്റാർട്ട് ചെയ്തത് എവിടെയാ? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ. അപ്പൊ എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ. അപ്പോ ഈ ഐറ്റംസ് ഒക്കെ ആഡാണോ ലെസ് ആണോ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ സംശയം. അത് നമുക്ക് ലോജിക്ക് വെച്ച് പഠിക്കാൻ പറ്റും, പക്ഷേ ഈ അവസാന നിമിഷത്തിലെ ചെറിയ വീഡിയോയിൽ എല്ലാ ലോജിക്കൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ കോമൺലി വരുന്ന സാധനങ്ങളെ വെച്ച് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, അതായത് ക്യാഷ് ബുക്ക് വെച്ച് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ഇൻട്രസ്റ്റ് അലൗഡ് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് കമ്മീഷൻ എക്സെട്ര കളക്റ്റഡ് ബൈ ദ ബാങ്ക്. നമ്മുടെ ഇൻകം ആര് കളക്ട് ചെയ്തു? ബാങ്ക് കളക്ട് ചെയ്തു. ഡയറക്റ്റ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ കസ്റ്റമർ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. സാറേ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ ഒരു കോഡ് പറഞ്ഞു തരുമോ? ഞാൻ നിങ്ങൾക്കായി ഡെവലപ്പ് ചെയ്ത കുറച്ച് കട്ടിയുള്ളതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിച്ചു വെച്ചോ. എങ്ങനെ അറിയോ? ഇൻട്രസ്റ്റ് അലൗ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ഉണ്ടാക്കിയ ഒരു ചെക്കൻ. എന്താ സാറേ? ഇൻട്രസ്റ്റ് അലൗതാടാ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തതാടാ എന്നും പറഞ്ഞൊരു ചെക്കൻ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കിയ ചെറുക്കൻ അല്ലെങ്കിൽ ഒരു ചെക്കൻ ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കമ്മീഷനും ഒക്കെ ബാങ്ക് കളക്ട് ചെയ്ത സമയത്ത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്തു. അപ്പൊ എന്താ കോഡ്? എന്താ? ഇൻട്രസ്റ്റ് അലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ഉണ്ടാക്കിയ ഒരു ചെക്കൻ ഇൻട്രസ്റ്റും കമ്മീഷനും ഡിവിഡൻറ്റും ഒക്കെ ബാങ്ക് കളക്ട് ചെയ്ത സമയത്ത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തു, ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്തു. അപ്പൊ ഈ സാധനം നിങ്ങൾ പഠിച്ചു വെക്കുക, ഈ കോഡ് പഠിച്ചു വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ക്യാഷ് ബുക്കിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കൂ,
ചെക്ക് ഡിപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. ചെക്ക് ഡിപ്പോസിറ്റഡ് ഇപ്പൊ നമ്മൾ ആ കോഡിൽ പഠിച്ചോ? ഇല്ല. അപ്പം ചെക്ക് ഇഷ്യൂഡ് ആണെങ്കിൽ ഇഷ്യൂ ഉണ്ടാക്കിയ ചെക്കൻ നമ്മൾ ആഡ് ചെയ്യണമെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോഡിൽ പെടാത്ത ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഇതാ ഇപ്പുറത്താണ് കൊടുത്തിരിക്കുന്നത് വേറെ ആയിട്ട്. ഇതൊക്കെ ലെസ്സാ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കോഡ് പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ആഡ് ചെയ്യാൻ. അപ്പൊ ലെസ് ചെയ്യാൻ എന്തൊക്കെയുണ്ട് നോക്കൂ. ചെക്ക് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദ ബാങ്ക്, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ചാർജ്ഡ് ബൈ ദ ബാങ്ക്, പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക് ഓൺ കസ്റ്റമേഴ്സ് ബിഹാഫ്, ചെക്ക് ഡിസോണേർഡ്. അപ്പൊ ഈ സാധനങ്ങളാണ് ലെസ് ചെയ്യേണ്ടത്. ആഡ് ചെയ്യേണ്ടത് നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചല്ലോ. അപ്പൊ അത് മതി, പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ ലെസ് ചെയ്യണം. ഓക്കെ, ഞാൻ പൊതുവേ വരുന്ന എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. അത് തന്നെയായിരിക്കും 90% വരിക. അപ്പൊ അത് വെച്ചാണ് നമ്മൾ കോഡ് വെച്ച് പഠിക്കുന്നത്. കാണാപ്പാടമാണ്, ഇവിടെ ലോജിക് ഇല്ല. ഓക്കെ, നമ്മുടെ ബബ്ബ പോലെ. ഓക്കെ സാർ, അപ്പൊ ഇതാ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 12,800 മൈനസിന്റെ എമൗണ്ടിലല്ല, പോസിറ്റീവ് എമൗണ്ട് അണ്ടറിൽ. അടുത്തതാരാ? ചെക്ക് ഡിപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. അതാ അത് ലെസ് ചെയ്യേണ്ടതിന്റെ അണ്ടറിൽ വരുന്ന സാധനം അല്ലേ, ചെക്ക് ഡിപ്പോസിറ്റഡ്. അപ്പൊ ഞാനിതാ അത് ഞാൻ എഴുതുന്നു. ചെക്ക്, ഇത് ഈ ഫോർമാറ്റിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ചെക്ക് ഡിപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ്. എത്ര എമൗണ്ട്? 4,000 രൂപ. എവിടെ എഴുതണം? മൈനസിന്റെ അണ്ടറിൽ എഴുതണം. കാരണം ഇത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. മൈനസിന്റെ അണ്ടറിൽ വേണം എഴുതാൻ. അടുത്തത് ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ ടു ദ ബാങ്ക്. നമ്മൾ പറഞ്ഞതിന്റെ കോഡിന്റെ അവസാന സാധനം ഡയറക്റ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ. ആ കോഡിൽ പഠിച്ചില്ലടാ. കോഡ് എന്തിനാ പഠിച്ചത്? ആഡ് ചെയ്യാനാടാ പഠിച്ചത്. അപ്പൊ ഇതാ ആ കോഡ് 3,200 രൂപ, അത് നമ്മൾ ആഡാ ചെയ്യേണ്ടത്. ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ. എത്രയാ? 3,200. അത് എവിടെ എഴുതണം? ആഡ് ചെയ്യേണ്ട കോഡാണ്. അപ്പൊ ഇതാ 3,200 ആഡ് പോസിറ്റീവിന്റെ അണ്ടറിൽ വേണം, അല്ലെങ്കിൽ പ്ലസിന്റെ അണ്ടറിൽ വേണം എഴുതാൻ. അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക്. അങ്ങനത്തെ ഒരു കോഡ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ അതെന്തായാലും ലെസ് ആയിരിക്കും. കണ്ടോ, പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ കസ്റ്റമേഴ്സ് ബിഹാഫ്. കസ്റ്റമറിന്റെ എന്തെങ്കിലും പേയ്മെന്റ് ബാങ്ക് അടയ്ക്കുവാണെങ്കിൽ അത് ലെസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക് 2,000 രൂപ. അത് ഞാനിതാ ലെസ് ചെയ്യേണ്ടതുകൊണ്ട് ഇപ്പുറത്ത് കൊണ്ടിട്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ സാധനം മൊത്തം അങ്ങ് എടുത്ത് എന്ത് ചെയ്യുക? ഇതിലോട്ടങ്ങ് കോപ്പി അടിച്ച് എഴുതുക. എന്നിട്ട് ആടാണോ ലെസ് ചെയ്യേണ്ടോ തീരുമാനിച്ചിട്ട് എമൗണ്ട് എന്ത് ചെയ്യുക? ഈ കോളത്തിൽ അങ്ങ് എഴുതുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അതായത് അടുത്തതാരാ? ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 500 രൂപ. അതും നമ്മൾ കോഡ് പഠിച്ചിട്ടില്ല. അപ്പൊ തന്നെ ഡിഡക്ഷൻ ഇല്ല നമുക്ക് മനസ്സിലാക്കാം. ഇതാ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് കണ്ടോ, ലെസ് ചെയ്യേണ്ടതിന്റെ അണ്ടറിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഉള്ളത്. ആഡ് ചെയ്യേണ്ട കോഡിൽ അത് പെട്ടിട്ടില്ല. അപ്പൊ അതാ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലെസ് ചെയ്യാൻ പോവാണ്. എത്ര എമൗണ്ട്? 500 രൂപ. ഇനി നിങ്ങളത് ബാലൻസ് ചെയ്തോളൂ. സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ പ്ലസ് സൈഡ് മൊത്തം കൂട്ടുക, നെഗറ്റീവ് സൈഡ് മൊത്തം കൂട്ടുക. എവിടെയാണോ കൂടുതൽ അത് രണ്ട് സൈഡിൽ എഴുതുക. ഇവിടെ 12,800 3,200 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 16,000. ഇവിടെയോ? ഇവിടെയും നമ്മളിപ്പോൾ 16,000 എടുത്തെഴുതുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 16,000 നിന്ന് ഇത് കുറയ്ക്കുക. അതായത് എത്രയാണോ മിസ്സിങ്, സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന ഓർത്താൽ മതി. 4 2 6 500, 6,500. അപ്പം ഈ 6,500 16,000 കുറച്ചാൽ ബാക്കി 9,500. ഇതാണ് ബാലൻസ് ആസ് പെർ. നമ്മൾ എവിടെ അവസാനിക്കുന്ന പറഞ്ഞേ? ക്യാഷ് ബുക്കിൽ തുടങ്ങിയാൽ എവിടെ അവസാനിക്കും? ബാലൻസ് ആസ് പെർ പാസ്ബുക്കിൽ അവസാനിക്കും. ക്യാഷ് ബുക്കിൽ തുടങ്ങി എവിടെ അവസാനിക്കും? പാസ്ബുക്കിൽ അവസാനിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു. ക്യാഷ് ബുക്കിൽ തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, കോഡ് ഉപയോഗിച്ച് പഠിച്ചു. എന്തൊക്കെ ലെസ് ചെയ്യണം അതും പഠിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് പാസ്ബുക്കിലാണെങ്കിലോ? ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ക്യാഷ് ബുക്കിലാണെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ ലെസ് ചെയ്യണം എന്ന് പഠിച്ചു. ഇനി നേരെ തിരിച്ച് ക്വസ്റ്റ്യൻ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന പേരിലാണ് തുടങ്ങുന്നതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഒന്നുമില്ലടാ. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചില്ലേ, അതൊക്കെ ലെസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ലെസ് ചെയ്യണമെന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചില്ലേ, അതൊക്കെ ആഡും ചെയ്യണം. നേരെ തലതിരിയും. അതായത് നേരത്തെ കോഡ് ഉപയോഗിച്ച് ആഡ് ചെയ്യണമെന്ന് പഠിച്ച സാധനങ്ങള് സെയിം കോഡ് ഉപയോഗിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെ അത് ലെസ് ആണ് ചെയ്യേണ്ടത്. പാസ്ബുക്കിലാണ് നിങ്ങളുടെ ബാലൻസ് തുടങ്ങുന്നതെങ്കിൽ ലെസ് ചെയ്യണം. ഓക്കെ, ഇനി നേരെ തിരിച്ച് നേരത്തെ കഷ്ടപ്പെട്ട് ലെസ് ചെയ്തില്ലേ കുറെ സാധനങ്ങൾ കോഡൊന്നും ഇല്ലാണ്ട് തന്നെ, അത് പാസ്ബുക്കിലാണ് തുടങ്ങുന്നതെങ്കിൽ ആഡാണ് ചെയ്യേണ്ടത്. തല തിരിയും, നേരെ തല തിരിയും.
ക്യാഷ് ബുക്കിൽ നിങ്ങൾ പഠിച്ചതിന്റെ നേരെ റിവേഴ്സ് ആണ് പാസ്ബുക്കിൽ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഇതാ ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നു. ക്വസ്റ്റ്യനിൽ ഇതാ ആദ്യം തന്നെ പാസ്ബുക്കിന്റെ ബാലൻസ് വെച്ച് തുടങ്ങാനാണ് പറഞ്ഞേക്കുന്നത്. പാസ്ബുക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാ അപ്പൊ തന്നെ എഴുതുന്നു ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എവിടെ അവസാനിക്കും? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കിൽ അവസാനിക്കും. ഓക്കെ, അപ്പൊ ഈ ബാലൻസ് ഒന്നെങ്കിൽ എവിടെ എഴുതേണ്ടി വരും? പോസിറ്റീവിന്റെ അണ്ടറിൽ എഴുതേണ്ടി വരും. ഇനി ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ നെഗറ്റീവിന്റെ അണ്ടറിൽ എഴുതേണ്ടി വരും. അതെങ്ങനെയാ മനസ്സിലാക്കുക? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? എടാ ക്വസ്റ്റ്യൻ വായിക്കണേ. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. എന്താ സാറേ? ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നോ ആണെങ്കിൽ അത് പോസിറ്റീവ് ആണ്. ഓക്കെ, പ്ലസിന്റെ അടിയിൽ വേണം അതിന്റെ ബാലൻസ് എഴുതാൻ. എന്നാൽ ക്വസ്റ്റ്യനിൽ ബാലൻസിന് പകരം ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ, ഓവർ ഡ്രാഫ്റ്റ് നെഗറ്റീവ് അല്ലേ? യെസ്, ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ പാസ്ബുക്ക് എന്നോ അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നോ ആണെങ്കിൽ, ഡെബിറ്റ് ബാലൻസ് എന്നാണെങ്കിൽ നെഗറ്റീവ് ആണ്, മൈനസിന്റെ അണ്ടറിൽ വേണം എഴുതാൻ. സാർ അത് മനസ്സിലായില്ല സാർ. എടാ ഒന്നും മനസ്സിലാക്കാനില്ല, തൽക്കാലം ഇപ്പൊ ലോജിക് ഒന്നും വെച്ച് പഠിക്കാൻ സമയമില്ലല്ലോ, അപ്പൊ അങ്ങ് പഠിച്ചു വെക്കുക. അതായത് ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോസിറ്റീവ് ആയിരുന്നു അല്ലേ? എന്നാൽ പാസ്ബുക്കിൽ എന്തല്ല? പോസിറ്റീവ് അല്ല, ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ. ഓക്കെ, അതായത് ഓവർ ഡ്രാഫ്റ്റിന് തുല്യം ഡെബിറ്റ് ആണ് അവിടെ. എവിടെ? പാസ്ബുക്കിൽ. എന്നാൽ ക്യാഷ് ബുക്കിൽ അങ്ങനെയല്ലായിരുന്നു. ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലാണ് ഓവർ ഡ്രാഫ്റ്റ്, ഡെബിറ്റ് പോസിറ്റീവ് ആയിരുന്നു. നേരത്തെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് എഴുതിയപ്പോൾ പോസിറ്റീവിന്റെ അണ്ടറിലല്ലേ എഴുതിയത്. എന്നാൽ പാസ്ബുക്ക് അങ്ങനെയല്ല. പാസ്ബുക്കിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ. ഓക്കെ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലാണ് പാസ്ബുക്കിൽ പോസിറ്റീവ്. ആ നേരെ തലതിരിഞ്ഞ സ്വഭാവ രണ്ടിനും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് തന്നിരിക്കുന്നത്? ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചു വെക്കുക. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഇതൊക്കെ ഓവർ ഡ്രാഫ്റ്റിന്റെ പ്രോബ്ലം ആണ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആകെ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 4800, മൈനസിന്റെ അടിയിൽ വേണം അതിന്റെ എമൗണ്ട് എഴുതാൻ. കാരണം ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. സോ മൈനസിന്റെ അടിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? അതിന്റെ ബാലൻസ് എഴുതാൻ. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? വേറെ ഫോർമാറ്റ് വരയ്ക്കുന്ന ആൾക്കാർക്ക്, ഈ ഫോർമാറ്റ് അല്ല, ആടും രസക്കളിലും മറ്റേ ഫോർമാറ്റ് വരയ്ക്കുന്നവർക്കാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിൽ വേറെ എന്തൊക്കെയോ ചെയ്യണം, അങ്ങനെയൊക്കെ പഠിച്ചു വെക്കണം. അത് ഈ ഒരു ഫോർമാറ്റുകാർക്കില്ല. ആകെ ഫസ്റ്റ് തുടക്കുമ്പോൾ പോസിറ്റീവിന് പകരം ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവിന് അണ്ടറിൽ എഴുതുക. ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ശരി. അപ്പൊ ഇനി എന്തൊക്കെയാ ആഡ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത്? അത് നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചില്ലേ, അതിന്റെ റിവേഴ്സ്. കാരണം നേരത്തെ പഠിച്ചത് ക്യാഷ് ബുക്കിന്റെയാണ്. അപ്പൊ അതിന്റെ റിവേഴ്സ് ആണ് പാസ്ബുക്ക്. അത് എവിടെ തുടങ്ങിയാലും അത് തന്നെയാണ് ആഡ് ലെസ് ചെയ്യേണ്ടത് ഈ ഫോർമാറ്റിൽ. ഓക്കെ, അപ്പൊ നോക്കി എന്തൊക്കെയാ? ഡയറക്റ്റ് പേയ്മെന്റ് ബൈ എ കസ്റ്റമർ ടു ദ ബാങ്ക് 2400. ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, കോഡിൽ ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ചെയ്തു അല്ലേ, ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്തു. അത് നമ്മൾ കോഡിൽ കണ്ടു. അതായത് ക്യാഷ് ബുക്കിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ള കോഡിൽ പഠിച്ചു. അപ്പൊ ഇവിടെ അതെന്തായിരിക്കും? പാസ്ബുക്കിലാണ് തുടങ്ങുന്നത്, എന്തായിരിക്കും? ലെസ് ആയിരിക്കും. യെസ് സാർ. അപ്പൊ ഇതാ ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ എ കസ്റ്റമർ. അപ്പൊ എന്താ ചെയ്യേണ്ടത് സാറേ? ലെസ് ആണ്. 2400 ലെസ്സിന്റെ അല്ലെങ്കിൽ മൈനസിന്റെ അണ്ടറിൽ വേണം എഴുതാൻ. ഓക്കെ, അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഇത് നമ്മൾ കോഡിൽ പഠിച്ചിട്ടില്ല. അതായത് നേരത്തെ നമ്മൾ ലെസ് ചെയ്യാനായിരുന്നു പഠിച്ചത്, ലെസ്സിന്റെ അണ്ടറിലായിരുന്നു പഠിച്ചത്. പക്ഷേ ഇത് പാസ്ബുക്കാ മോനെ, അപ്പൊ തലതിരിയും ആഡ് ചെയ്യണം. ഇവിടെ എന്താ ചെയ്യുക? ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റിനെ ആഡ് ചെയ്യണം. എത്രയാ? 280. അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ബാങ്ക്. ഇതും നമ്മൾ നേരത്തെ ലെസ്സാ ചെയ്തത്. അപ്പൊ ഇവിടെ എന്തായി മാറും? ആഡ് ചെയ്യേണ്ടി വരും. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബാങ്ക്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? 600 ആണ് ആഡ് ചെയ്യണം. ഓക്കെ, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദ പാസ്ബുക്ക്. ബാങ്ക് ചാർജസ് ഡെബിറ്റ് ചെയ്താൽ നേരത്തെ നമ്മൾ ലെസ്സാ ചെയ്തത്, കോഡിന്റെ ഭാഗമല്ല, ലെസ് ചെയ്യാനാ പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ റിവേഴ്സ് ചെയ്യണം, ആഡ് ചെയ്യണം. ബാങ്ക് ചാർജസ് ഇവിടെ എന്ത് ചെയ്യണം? 400 രൂപ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാലൻസ് ചെയ്തോളൂ. എവിടെയാ കൂടുതൽ? ഇവിടെ 4,800 കൂടി കഴിഞ്ഞാൽ 7,200. ഇവിടെയോ
1280. അപ്പോൾ 7200 കൂടുതൽ. അപ്പോൾ അത് രണ്ട് സൈഡിൽ എഴുതുക. 7200 ആ 7200 ഇതിന്റെ ടോട്ടലായ 1280 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 5920 കിട്ടും. 5920 കിട്ടും. അപ്പൊ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അല്ല ക്യാഷ് ബുക്ക് എത്രയാ? 5920. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റിന്റെ കേസ് അടക്കം പാസ്ബുക്കിൽ തുടങ്ങിയാൽ എങ്ങനെ, ക്യാഷ് ബുക്കിൽ തുടങ്ങിയാൽ എല്ലാം എങ്ങനെ എന്നുള്ളത് ഈ വളരെ കുറഞ്ഞ 20 മിനിറ്റ് എങ്ങാണ്ട് ആയിട്ടുണ്ടാവുള്ളൂ ആ ഇതിനുള്ളിൽ തീർത്തിട്ടുണ്ട്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ലൈവുകൾ കാണുക കേട്ടോ. ഓക്കെ, മനസ്സിലായവർക്ക് 20 മിനിറ്റ് കൊണ്ട് മനസ്സിലായവർക്ക് ആ രീതി തന്നെ എക്സാം എഴുതുക. ഇതിന്റെ സിമ്പിൾ ട്രിക്ക് 4 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് മോഡൽ എക്സാമിനൊക്കെ. അതും കണ്ടാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കേടാ, അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.